നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച BA LLB 6ാം സെമിസ്റ്റർ പരീക്ഷയിൽ ആദ്യം യൂണിവേഴ്സിറ്റി പരാജയപ്പെടുത്തിയ 49 പേരാണ് റീവാലുവേഷനിൽ പാസ്സായത്. നിങ്ങളിലേക്ക് 49 വിദ്യാർത്ഥികൾ നന്നായി പരീക്ഷ എഴുതിയവർ, നന്നായി പഠിച്ചവർ, അവർ പരീക്ഷയ്ക്ക് എഴുതി റീവാലുവേഷൻ നടത്തി, അവരെ തോൽപ്പിച്ച് റീവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ 49 പേർ പാസ്സാവുകയാണ്. അവർ അനുഭവിച്ച മാനസിക സമ്മർദ്ദത്തിന്, അവർ ചെലവാക്കിയ തുകയ്ക്ക്, അവർ അനുഭവിച്ച പ്രയാസത്തിന് ഇവിടെ ആരാണ് മറുപടി പറയാൻ പോകുന്നത്? അതിന് ഈ സർവകലാശാല മറുപടി പറയണ്ടേ? ഈ പേപ്പർ നോക്കുന്നവർക്കൊരു ബോധം വേണ്ടേ? പരീക്ഷ പാസ്സായവരാണല്ലോ അധ്യാപകരുടെ ജോലി ചെയ്യുന്നത്. ആ അധ്യാപകരുടെ പരീക്ഷ പാസ്സായവരെ കൊണ്ടാണല്ലോ ഇവിടെ ഇരുത്തി സർവകലാശാല അധികാരികൾ പേപ്പർ നോക്കിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ പേപ്പർ നോക്കി ഇന്നൊരു മാനസികാവസ്ഥ എന്താണ്? ഈ കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ 2 ദിവസമായി റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് വിവിധ വിദ്യാർത്ഥികൾ റീവാലുവേഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന പരാതിയാണ്. അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഞങ്ങളുടെ ഈ സമരത്തിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു വാലുവേഷൻ അത് പൂർത്തിയായി കഴിഞ്ഞാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന റിസൾട്ടിൽ ഒരു വിദ്യാർത്ഥി പരാജയപ്പെട്ടാൽ ആ വിദ്യാർത്ഥിക്കുണ്ടാവുന്ന മാനസികമായ സമ്മർദ്ദം, നന്നായി പഠിച്ച് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിയുടെ സമ്മർദ്ദം നമുക്കൊക്കെ ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്, ഈ അധികാരികൾക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. ആ വിദ്യാർത്ഥികൾ സ്വാഭാവികമായി അടുത്ത ഘട്ടം എന്ന നിലയിൽ ആശ്രയിക്കുന്നത് റീവാലുവേഷനെയാണ്. ഒരു LLB പേപ്പർ റീവാലുവേഷൻ കൊടുക്കണമെങ്കിൽ യൂണിവേഴ്സിറ്റിക്ക് അടക്കേണ്ട തുക 820 ആണ്. ഒരു പേപ്പറിന് 820 രൂപ. 5 പേപ്പർ ഉണ്ടെങ്കിൽ എത്ര രൂപ അടക്കണം എന്നുള്ളത് നിങ്ങൾ കണക്ക് കൂട്ടുക. അങ്ങനെ റീവാലുവേഷൻ ഒരു കുട്ടി അടച്ച് റീവാലുവേഷൻ റിസൾട്ട് കാത്തിരിക്കുമ്പോഴാണ് സപ്ലിമെന്ററി എക്സാമിന് ഇവർ വിളിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായി ഒരു വർഷം നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന കുട്ടി സപ്ലിമെന്ററി എക്സാമിന് അപ്ലൈ ചെയ്യും. സപ്ലിമെന്ററി എക്സാമിന് അപ്ലൈ ചെയ്ത് സപ്ലിമെന്ററി എക്സാം എഴുതാൻ കാത്തിരിക്കുമ്പോഴാണ് റീവാലുവേഷൻ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച BA LLB 6ാം സെമിസ്റ്റർ പരീക്ഷയിൽ ആദ്യം യൂണിവേഴ്സിറ്റി പരാജയപ്പെടുത്തിയ 49 പേരാണ് റീവാലുവേഷനിൽ പാസ്സായത്. നിങ്ങളിലേക്ക് 49 വിദ്യാർത്ഥികൾ നന്നായി പരീക്ഷ എഴുതിയവർ, നന്നായി പഠിച്ചവർ, അവർ പരീക്ഷയ്ക്ക് എഴുതി റീവാലുവേഷൻ നടത്തി, അവരെ തോൽപ്പിച്ച് റീവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ 49 പേർ പാസ്സാവുകയാണ്. അവർ അനുഭവിച്ച മാനസിക സമ്മർദ്ദത്തിന്, അവർ ചെലവാക്കിയ തുകയ്ക്ക്, അവർ അനുഭവിച്ച പ്രയാസത്തിന് ഇവിടെ ആരാണ് മറുപടി പറയാൻ പോകുന്നത്? അതിന് ഈ സർവകലാശാല മറുപടി പറയണ്ടേ? ഈ പേപ്പർ നോക്കുന്നവർക്കൊരു ബോധം വേണ്ടേ? പരീക്ഷ പാസ്സായവരാണല്ലോ അധ്യാപകരുടെ ജോലി ചെയ്യുന്നത്. ആ അധ്യാപകരുടെ പരീക്ഷ പാസ്സായവരെ കൊണ്ടാണല്ലോ ഇവിടെ ഇരുത്തി സർവകലാശാല അധികാരികൾ പേപ്പർ നോക്കിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ പേപ്പർ നോക്കി ഇന്നൊരു മാനസികാവസ്ഥ എന്താണ്? പരീക്ഷാ സമ്മർദ്ദത്തെ പറ്റി ക്ലാസ് എടുക്കുന്ന അധ്യാപകരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പരീക്ഷാ സമ്മർദ്ദത്തെക്കാൾ വളരെ വലുതാണ് ഒരു വിദ്യാർത്ഥി നന്നായി പരീക്ഷ പഠിച്ചെഴുതിയിട്ട് അവന്റെ റിസൾട്ടിൽ അവൻ തോറ്റുപോയാൽ ലാഘവത്തോടെ പേപ്പർ നോക്കുന്ന ഒരു വിഭാഗം അധ്യാപകർ ഈ വാലുവേഷൻ ക്യാമ്പുകളിൽ പങ്കെടുക്കുകയാണ്. ഈ വാലുവേഷൻ ക്യാമ്പിൽ പങ്കെടുക്കുന്ന അധ്യാപകരുടെ മാനസികാവസ്ഥ ഞങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. അധ്യാപകരോട് ഞങ്ങൾക്ക് ബഹുമാനമുണ്ട്, പക്ഷേ ഈ കാണിക്കുന്നത് തോന്നിയവാസമാണെന്ന് ഇവിടുത്തെ അധ്യാപകർ മനസ്സിലാക്കണം. അവർ ചുവന്ന മഷി കൊണ്ട് വരയ്ക്കുന്നത് അധ്യാപകരോടാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളൊരു പേപ്പർ വാല്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ ചുമന്ന വര കൊണ്ട് വരയ്ക്കുന്നത് ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയിലാണ്.